വണ്ടൂർ കാപ്പിലിൽ ബാർബർ ഷോപ്പിൽ കയറി ആക്രമണം. കാപ്പിൽ അരിപ്പമാട് സ്വദേശി മൂലങ്ങോടൻ സാജുവിനാണ് മർദ്ദനമേറ്റത്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് മർദ്ദനമെന്നാണ് പരാതി. വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂന്നുപേര് വരികയും അവൻ്റെ കയ്യിലുണ്ടായ ഒരു മുറിച്ചുള്ള ഒരായുധം വെച്ചിട്ട് കയ്യിലെടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉള്ളിൽ നിന്ന് കുത്തണോ പുറത്തുനിന്ന് കുത്തണോ പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് എന്നെ തലക്കും കഴുത്തിനും കുറേ ആക്രമിക്കുകയാണ് ചെയ്തത്. കുറേ ഞാൻ തടുത്തു. ഒന്ന് രണ്ട് പേർക്ക് കൊണ്ടു. തലക്ക് നല്ലൊരു മുറിവാക്കിയിട്ടുണ്ട്. കഴുത്തിന് നല്ല പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. ബാർബർ ഷോപ്പിൽ ഉള്ളിൽ 2 പേർക്ക് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത കസ്റ്റമേഴ്സ് അവർ പുറത്തിറങ്ങി പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നിട്ടാണ് അവരെ പിടിച്ചു മാറ്റി കൊണ്ടുപോയി ചെയ്തത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ആ CCTV ദൃശ്യത്തിൽ ആരൊക്കെയാണ് മർദ്ദിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടല്ലോ. പ്രതികളെ തിരിച്ചറിഞ്ഞോ പോലീസ്? അത് തീർച്ചയായിട്ടും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇത്തരത്തിലുള്ള ചില സംഘർഷങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബാക്കി എന്നോണം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയും ഈ ബാർബർ ഷോപ്പിലെ ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ ബാർബർ ഷോപ്പിൽ ഇരിക്കുകയായിരുന്ന അരിപ്പമാട് സ്വദേശി മൂലങ്ങാടൻ സാജുവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇദ്ദേഹം അവിടെ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വരികയായിരുന്നു. ആ മുടി വെട്ടുന്നതിനിടയിലായിരുന്നു അവിടെ ചില ആളുകൾ ആ ബാർബർ ഷോപ്പിലേക്ക് കയറി വരികയും ആദ്യം ഒരാൾ കയറി വന്നു, അവിടെ നിൽക്കുകയും പിന്നീട് അയാൾ ഇദ്ദേഹത്തിന്റെ സാജുവിന്റെ ഫോൺ വാങ്ങിവെക്കുകയും പിന്നീട് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഈ ആക്രമിക്കാൻ വന്ന ആളുടെ കൂടെ തന്നെയുള്ള 3-4 പേർ അങ്ങോട്ടേക്ക് വരുന്നതും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചു മാറ്റുന്നതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ചില വാഗ്വാദങ്ങളുടെയും നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളുടെയും തുടർച്ച എന്നോണമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. നേരത്തെയും ഇവിടെ സമാനമായ രീതിയിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേർക്കെതിരെയാണ് വണ്ടൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ സാജു വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. അദ്ദേഹത്തിന്റെ തലക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. തലക്കും ചെവിക്കും ഉൾപ്പെടെ കഴുത്തിനുമെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിനകത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.